ഷോപ്പിഫൈയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു പുതിയ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതൊരു ചെറിയ കൊമേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് ഷിപ്പേഴ്സ് വെബ്സൈറ്റ് ആയിക്കോട്ടെ. അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ വീഡിയോ മൊത്തം കണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത കുറച്ച് ഹിഡൻ ചാർജസും അതുപോലെ തന്നെ കുറച്ച് കോമൺ മിസ്റ്റേക്സുകളും. അപ്പോൾ ഈ 2026 അപ്പോൾ ആൾക്കാരെല്ലാവരും നോട്ടീസ് ചെയ്യുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സുകൾ അത് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് വരാം. ആദ്യമായിട്ട് നമ്മളൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെബ്സൈറ്റിൽ അത്യാവശ്യം വേണ്ടത് ഏറ്റവും നല്ല ഡിസൈൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. നമ്മൾ ഒരു പെയ്ഡ് വെബ്സൈറ്റുകളുണ്ട്, ഫ്രീ തീംസുകളുണ്ട്. പല വെബ്സൈറ്റുകളും നമുക്ക് പെയ്ഡ് തീം വാങ്ങാം. അത് വാങ്ങി നമുക്ക് ഷോപ്പിഫൈയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഷോപ്പിഫൈയിൽ ഫ്രീ ആയിട്ട് കുറച്ച് തീംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിഗിനേഴ്സ് ആണ്, ഒരു അധികം നമുക്ക് ഒരു ഷോപ്പിഫൈയിൽ ഡെവലപ്പർ പരിചയമൊന്നും ഇല്ല. സോ അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഷോപ്പിഫൈയുടെ ഫ്രീ തീംസ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ്. അത് പറയാൻ ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഷോപ്പിഫൈയുടെ തീം സെക്ഷനിലോട്ട് വരുന്നു. അപ്പോൾ ഇത്രയും കുറച്ച് തീംസ് വരുന്നുണ്ട്. ഞാൻ വിസിറ്റ് തീം സ്റ്റോറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ അറിയാം നമുക്ക് കുറേ പെയ്ഡ് തീംസും ഉണ്ട്, ഫ്രീ തീംസുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളി ചിന്തിച്ചാൽ ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഒരു പുതിയ ഫോൺ മേടിച്ചാൽ അതിലെപ്പോഴും ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ ആയിരിക്കും അതിലുണ്ടാവുന്നത്. സോ അത് ബാക്കി വെർഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ വെബ്സൈറ്റുകളിലും വരുന്നത്. വെബ്സൈറ്റുകളിൽ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ ആവശ്യമാണ്. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, പുതിയ പുതിയ ഫീച്ചേഴ്സ് വരുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് മറ്റ് വെബ്സൈറ്റുകളെ നിന്ന് കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനും, നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഇന്നൊരു വെബ്സൈറ്റ് തുടങ്ങി നമ്മളൊരു 2 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ വെബ്സൈറ്റ് പഴയ പോലെ തന്നെ പഴയ ലുക്ക്, പഴയ ഫീച്ചേഴ്സ് അത് മാത്രമായി ഇരിക്കാതെ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അപ്പോഴും ഇരിക്കാനായിട്ട് നമ്മൾ ഷോപ്പിഫൈയിലുള്ള ഡിഫാൾട്ട് തീംസ് തന്നെ യൂസ് ചെയ്യാം. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്കിതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഫ്രീ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പെയ്ഡ് ഉപയോഗിക്കാം. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഷോപ്പിഫൈയുടെ തന്നെ ഏറ്റവും പുതിയ തീംസായ കുറച്ച് ഫ്രീ തീംസ് ഉണ്ട്. ഇതാണ് ഷോപ്പിഫൈയുടെ ഫ്രീ തീംസ് വരുന്നത്. ഇതെല്ലാം ഇപ്പോഴത്തെ ഷോപ്പിഫൈ തീംസ് എല്ലാം ഹൊറിസോൺ ബേസ്, അതായത് നമ്മൾ ആൻഡ്രോയിഡ് iOS എന്ന് പറയും പോലെ ഹൊറിസോൺ ഇതൊരു ബേസ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് വരുന്ന തീംസുകളാണ് ഇതിന് മുകളിൽ കിടക്കുന്ന ഫ്രീ തീംസുകളെല്ലാം. അതായത് ഷോപ്പിഫൈയുടെ ലേറ്റസ്റ്റ് സമ്മർ തീംസുകളാണ് ഈ ഫ്രീ തീംസ് എല്ലാം വരുന്നത്. ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഹൊറിസോൺ തീംസ്, അതായത് ബേസ് തീമിൽ നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ്. ഇപ്പോൾ ഞാൻ ഹൊറിസോൺ ഈ തീം എടുക്കുവാണ്. ഇതൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ താഴോട്ട് വരുമ്പോൾ എല്ലാ തീമിനും കുറേ റിവ്യൂ, പോസിറ്റീവ് കാണും, നെഗറ്റീവ് കാണും. സോ അതുപോലെ ഇതിലും അതെല്ലാം ഉണ്ട്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ, ഞാനിവിടെ താഴെ വരുമ്പോൾ വെർഷൻസ് അറിയാം. ഞാനിപ്പോൾ ഓൾ വെർഷൻ എടുത്തു, ക്ലിക്ക് ചെയ്തു. അതായത് നമ്മൾ ഫെബ്രുവരി 3 വന്ന അപ്ഡേറ്റ്സ്, 10-ാം തീയതി വന്ന അപ്ഡേറ്റ്, 18-ാം തീയതി വന്ന അപ്ഡേറ്റ്. അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഇതിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. സോ നമ്മൾ ഒരു പുതിയ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ വെബ്സൈറ്റ് അപ്പോൾ ഉള്ള കറണ്ട് എല്ലാ ടെക്നോളജിയും, എല്ലാ അഡ്വാൻസ്ഡ് മെത്തേഡ്സും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ വാങ്ങുന്ന ഒരു കസ്റ്റമറിനും അത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയും നമ്മുടെ വെബ്സൈറ്റ് കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഇപ്പോൾ ഒരു വില കുറഞ്ഞ അല്ലെങ്കിൽ ഒരു ഫ്രീ തീംസ് 2015 ഇറങ്ങിയ ഏറ്റവും ടോപ്പ് തീം മേടിച്ചാൽ വച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ഫ്രീ തീംസ് അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിരിക്കും. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ വെറുതെ പൈസ കളയുന്നതിനേക്കാൾ നല്ലത് ഷോപ്പിഫൈയുടെ ഹൊറിസോൺ തീം എടുക്കുക, ഇതിൽ 1 by 1 ബിൽഡ് ചെയ്യുക. നിങ്ങൾക്ക് ഹൊറിസോൺ ബേസ്ഡ് ഫ്രീ തീംസ് ഉണ്ട്, അതിനും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്, ഷോപ്പിഫൈയുടെ തന്നെ പല വീഡിയോകളിലും അല്ലെങ്കിൽ പല യൂട്യൂബ് വീഡിയോയിലും കണ്ടിട്ടുണ്ട് സ്റ്റോർ ബിൽഡർ. ഒരുപാട് ആപ്പ് ഉണ്ട്. ഇതിൽ ഡ്രോപ്പ് മാജിക് ഉണ്ട്, സ്റ്റോർ ബിൽഡർ ഉണ്ട്, ഫോർജ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ ഡ്രോപ്പ് മാജിക് ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പേയ്മെൻ്റ് ആണ്. $79 പെർ മന്ത് ആണ്. അതായത് നിങ്ങൾ ഒരു വർഷം അപ്പോൾ ഇത് വെബ്സൈറ്റ് കീപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ആകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. നിങ്ങൾ 2 വർഷം ആകുമ്പോൾ എത്ര എമൗണ്ട് ആകും. സോ ഒരു ലോങ് ടൈമിൽ നിങ്ങൾക്കതൊരു ലോസ് ആണ്.
അതേസമയം ഒരു ഫ്രീ തീം അല്ലാതെ ഒരു പെയ്ഡ് തീം നിങ്ങൾ ഷോപ്പിഫൈ സ്റ്റോറിൽ നിന്ന് മേടിച്ചാൽ കൂടി നിങ്ങൾക്ക് എല്ലാം കൂടി ഒരു $100 അകത്ത് അല്ലെങ്കിൽ ഒരു $200 നല്ലൊരു പെയ്ഡ് തീം കിട്ടും. സോ ആ സമയത്ത് നിങ്ങളൊരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരു തീം മേടിക്കുന്നത് എപ്പോഴും ഒരു ബാഡ് ഡിസിഷൻ ആണ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ ഇതൊരെണ്ണം, അതുപോലെ തന്നെ മറ്റൊരെണ്ണം. സോ ഇവർക്ക് പെയ്ഡ് പ്ലാൻ ഇല്ല, $14 പെർ മന്ത് ആണ് ഏറ്റവും ബേസ് പ്ലാൻ. നിങ്ങൾക്ക് AI ഉപയോഗിച്ച് വെബ്സൈറ്റ് തുടങ്ങാം, ഓക്കെ, അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ നിങ്ങളുടെ വെബ്സൈറ്റിന് ഇപ്പോൾ ഒരു $1500 പെർ മന്ത് എക്സ്ട്രാ ഒരു വെബ്സൈറ്റിന്റെ ഡിസൈന് മാത്രം ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 2 ഇയർ 3 ഇയർ കൊടുക്കാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാൻ തെറ്റില്ല. പക്ഷെ ആസ് എ ബിഗിനേഴ്സ് ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഷോപ്പിഫൈയുടെ ഫ്രീ തീംസ് തന്നെ ഉപയോഗിച്ച് പ്രോപ്പർ അപ്ഡേറ്റ്സും കാര്യങ്ങളും ചെയ്തു പോകുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ്. സോ നിങ്ങൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻസ് അവോയ്ഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് വൺ. ഇനി രണ്ടാമത്തത്, നിങ്ങളൊരു വെബ്സൈറ്റ് ഡിസൈൻ കഴിഞ്ഞു. ഇപ്പോൾ ഇതൊരു ഷോപ്പിഫൈയുടെ വെബ്സൈറ്റ് ആണ്, സി ആൻഡ് പേപ്പർ. ഷോപ്പിഫൈ വെബ്സൈറ്റ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ചാടി കയറി കുറേ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുവാണ്. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിൽ, പിൻട്രസ്റ്റിൽ അങ്ങനെ അഡ്വർടൈസ്മെന്റ് കൊടുത്തു എന്ന് വെച്ചിട്ട് ഒരിക്കലും നിങ്ങളൊരു കസ്റ്റമർ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കണമെന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ആമസോണിൻ്റെ ഒരു ജെനുവൻ ലിങ്ക് കണ്ടാൽ അറിയാം. അതുപോലെ ഒരു കോപ്പി നമ്മൾ വെബ്സൈറ്റ് കണ്ടാൽ, ഞാനാണെങ്കിൽ ആ വെബ്സൈറ്റിൽ നിന്ന് ഒരിക്കലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ആ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമോ ഇല്ലയോ? സോ നിങ്ങൾ മറ്റൊരു വെബ്സൈറ്റിൻ്റെ കോപ്പി ആകാതിരിക്കുക. നിങ്ങളുടെ വെബ്സൈറ്റ് കുറച്ചും കൂടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക. കാണുന്ന ഒരാൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് എപ്പോഴും ജെനുവിൻ ആണെന്ന് തോന്നുക. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് ആണ്. ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ്, ഇത് ഞാൻ സി ആൻഡ് പേപ്പർ, ഇത് സെർച്ച് ചെയ്യുമ്പോൾ ഇത് കണ്ടാൽ അറിയാം, ഇതിന് മെയിൻ ഒരു ഹെഡിങ് വരുന്നുണ്ട്, ആ ഒരു സ്റ്റുഡിയോയുടെ പേര്. ഇതിൻ്റെ സബ് കളക്ഷൻസ് ഇവിടെ ഡിസ്ക്രൈബ് ആകുന്നുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ കളക്ഷൻ. സോ ഈ വെബ്സൈറ്റ് ഒരു പ്രോപ്പർ SEO ചെയ്ത വെബ്സൈറ്റ് ആണ്. ഇനി മറ്റൊരു വെബ്സൈറ്റ്, ഇതൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് വെബ്സൈറ്റ് ആണ്, കാർട്ട് വ്യൂ നോക്കിയാൽ ഇതിൽ ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ കളക്ഷനോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ഫോം ഈ സി ആൻഡ് പേപ്പർ തോന്നും. ഇനി മറ്റൊന്ന്, ഞാനിപ്പോൾ സി ആൻഡ് പേപ്പർ ഈ ഒരു വെബ്സൈറ്റ് എടുക്കാം. ഇതൊരു ഷോപ്പിഫൈ വെബ്സൈറ്റ് ആണ്. ഷോപ്പിഫൈ വെബ്സൈറ്റിൽ നമ്മൾ എല്ലാ കാറ്റഗറിയും വരുന്നുണ്ട്, എല്ലാ സെക്ഷനും വരുന്നുണ്ട്. ഇനി കാർട്ട് വ്യൂ എന്ന വെബ്സൈറ്റ് നോക്കാം. ഇതും ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ് ആണ്, ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ മെയിൻ, ഞാൻ 1-2 കാര്യങ്ങൾ നോക്കാം. ഞാനിപ്പോൾ ഓൾ പ്രോഡക്റ്റ് നോക്കി, ഇതിൽ ഒരു പ്രോഡക്റ്റേ ഉള്ളൂ. ഓക്കെ, ഞാൻ ബെസ്റ്റ് സെല്ലേഴ്സ് നോക്കി, വീണ്ടും അതേ പ്രോഡക്റ്റ് തന്നെ. ന്യൂ അറൈവൽ നോക്കി, അതേ പ്രോഡക്റ്റ് തന്നെ. അതുപോലെ തന്നെ 2 ഹോം, നമ്മുടെ മെനുവിൽ തന്നെ 2 ഹോം കിടക്കുവാണ്. സോ ഇത് കാണുന്ന ഒരാൾക്ക് ഒരു എന്താ തട്ടിക്കൂട്ട് സെറ്റപ്പ് ആണോ എന്നൊരു ഫീല് ചെയ്യും. ഓക്കെ, ഞാനിനി അടുത്തതിലോട്ട് പോവാം. ഓക്കെ, ആ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഞാനപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ടൊന്ന് പോവുകയാണ്. ഓക്കെ, ഓട്ടിച്ചൊന്ന് വായിച്ച് നോക്കുവാണ് ഡീറ്റെയിൽസൊക്കെ എന്തൊക്കെയുണ്ട് എന്ന്. ഓക്കെ, കുറച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കൊള്ളാം. ഞാനിപ്പോൾ വാട്സ് ഇൻക്ലൂഡഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വാറണ്ടി ഉണ്ട്, ഫീച്ചേഴ്സ് നോക്കുന്നുണ്ട്, കസ്റ്റമർ സർവീസ് നോക്കുന്നുണ്ട്. വെയിറ്റ്, കസ്റ്റമർ സർവീസിൽ ഇമെയിൽ ഇല്ല, ഫോൺ നമ്പറും ഇല്ല. സോ വാങ്ങാൻ വരുന്ന ഈ പ്രോഡക്റ്റ് മേടിക്കാൻ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന ഒരാൾ ഇത് പ്രിഫർ ചെയ്യോ ഇല്ലയോ, ഇത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോണ്ടാക്റ്റ് കൊടുക്കുവാണെങ്കിൽ പ്രോപ്പറായിട്ട് ഇമെയിലും ഫോൺ നമ്പറും കൊടുക്കുക. ഇപ്പോൾ ഫോൺ നമ്പർ കൊടുക്കുന്നില്ലെങ്കിൽ ഇമെയിൽ കൊടുക്കുക, വ്യക്തമായിട്ട് നമ്മളൊരു ഇമെയിൽ കൊടുക്കുക. ഞാനിനി കുറച്ച് താഴെ വരുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ ഓക്കെ, ഫ്രീ ഷിപ്പിംഗ്, ഓൾ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ലൈവ്. ഓക്കെ, ബ്ലാക്ക് ഫ്രൈഡേ കഴിഞ്ഞിട്ട് കുറച്ചധികം ആയിട്ടുണ്ട്. സോ ഓക്കെ, സ്റ്റിൽ ഇപ്പോഴും ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ലൈവ്, ഗുഡ്. ഞാൻ കുറച്ച് താഴെ വരുന്നുണ്ട്. കസ്റ്റമർ റിവ്യൂ, ഒരുപാട് കസ്റ്റമർ റിവ്യൂ കിടക്കുന്നുണ്ട്. സോ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് 2025 കുറച്ച് കസ്റ്റമേഴ്സ് റിവ്യൂ, സ്മൂത്ത്, എല്ലാം 5 സ്റ്റാർ റിവ്യൂ. ഇത് ക്ലിക്ക് ചെയ്യാനൊന്നും കഴിയുന്നേ ഇല്ല. ഞാനിനി താഴെ വരുന്നു. റേറ്റഡ് 4.5 എക്സലന്റ്, 5000 സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്. സോ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും ഇതെല്ലാം വെറും അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്, ഇതിൽ ജെന്യൂനിറ്റി ഇല്ല എന്ന്. നമ്മൾ ഒരു
ഫ്ലിപ്കാർട്ടോ ആമസോണിലോ റിവ്യൂ സെക്ഷൻ നോക്കുമ്പോൾ അതെങ്ങനെയായിരിക്കാം? നമ്മൾ എല്ലാം 5 സ്റ്റാർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കാണുന്നവർക്ക് ഒരു ക്രെഡിബിലിറ്റി തോന്നുന്ന രീതിക്കായിരിക്കും നമ്മുടെ റിവ്യൂ. ഇപ്പോൾ ഷോപ്പിഫൈയിൽ തന്നെ ഒരുപാട് ആഡ് ഓൺസ് ഉണ്ട്. നമുക്ക് ആ ടെംപ്ലേറ്റ് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്താൽ കുറേ ഫേക്ക് റിവ്യൂസ് കാണിക്കും. നമ്മുടെ വെബ്സൈറ്റ് ഒരു ലോങ് ടൈം, നമ്മുടെ വെബ്സൈറ്റ് ആദ്യമായിട്ട് ഒരാൾ വാങ്ങുന്നു, പർച്ചേസ് ചെയ്യുന്നു, പിന്നെ ആ പുള്ളി ഒരിക്കലും നമ്മുടെ വെബ്സൈറ്റിൽ വരാതിരിക്കുകയും. സോ അതെല്ലാം നമ്മുടെ വെബ്സൈറ്റിന്റെ ക്വാളിറ്റിയെ ബേസ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് നന്നായിട്ട് കൊടുക്കുക, അനാവശ്യമായിട്ട് പെയ്ഡ് ജസ്റ്റ് റിവ്യൂ കൊടുക്കാതിരിക്കുക. ആക്ച്വലി ഇത് പഴയ ഒരു ടെക്നോളജിയാണ്. നമ്മൾ കുറേ റിവ്യൂ കൊടുത്ത ആൾക്കാരെല്ലാം വിശ്വസിക്കാം ഇതെല്ലാം ഒറിജിനൽ ആണെന്ന്. നെവർ. നിങ്ങൾ നിങ്ങളെ കസ്റ്റമേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, കസ്റ്റമേഴ്സിനെ വെറും മണ്ടന്മാരാക്കരുത്. സോ അത് ശ്രദ്ധിക്കുക. ഇനി ഞാനിതിപ്പോൾ എല്ലാം നോക്കുവാണ്, ഇതെല്ലാം ഓക്കെ ആണ്. ഓക്കെ, ഗുഡ്. ഞാനിനി മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കുറച്ച് പോളിസി, റീഫണ്ട്, കോണ്ടാക്ട് ഇൻഫർമേഷൻ, ഷിപ്പിംഗ് ഇതെല്ലാം ഉണ്ട്. ഞാനിങ്ങനെ നോക്കി വന്നപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് cartview.in. ഞാൻ ഇമെയിൽ നോക്കിയപ്പോൾ lalitacraft.com info. അതെന്താ ഇങ്ങനെ പേര്? ഒരു വെബ്സൈറ്റ് സാധാരണ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ NDS ആണെങ്കിൽ, NDS ക്രിയേഷൻസ് എന്നാണെങ്കിൽ ഇമെയിൽ contact@ndscreations എന്നല്ലേ വരേണ്ടത്. ഞാനപ്പോൾ ജസ്റ്റ് സംശയം വന്നു, ഞാൻ ആ ഡൊമെയിൻ നോക്കി, അപ്പോൾ മറ്റൊരു വെബ്സൈറ്റിൽ പോയി. സോ അതൊരു മറ്റൊരു വെബ്സൈറ്റ് ആണ്. സോ സെയിം പാറ്റേൺ, സെയിം മറ്റൊരു വെബ്സൈറ്റ്. സോ ഡ്രോപ്പ് ഷിപ്പേഴ്സ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചും കൂടി ജെന്യൂനായിട്ട് ക്രീപ്പ് ചെയ്യുക നമ്മുടെ വെബ്സൈറ്റുകൾ. ഓക്കെ, അതായത് നമ്മൾ കാണുന്ന ഒരു കസ്റ്റമർ തോന്നണം ഇത് ഒറിജിനൽ ആണ് എന്ന്. ഒരു ഡൊമെയിൻ മേടിക്കാൻ ഗൂഗിളിൽ അധികം എമൗണ്ട് ആവില്ല. നമുക്ക് ഗൂഗിൾ ബിസിനസ്സിൽ ഒരു ഡൊമെയിൻ മേടിക്കുവാൻ അറൗണ്ട് 99 പെർ മന്ത് ആണ് ആകുന്നത്. സോ നമ്മൾ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രോപ്പർ ഒരു ഇമെയിൽ ഉണ്ടാവുക, ജിമെയിൽ അല്ലാതെ. അതായത് ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റ് NDS ക്രിയേഷൻസ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ contact@ndscreations എന്നൊരു ഡൊമെയിൻ മേടിക്കുക. ജസ്റ്റ് ndscreation@gmail.com. അതൊരു പ്രൊഫഷണൽ വേ അല്ല ഒരിക്കലും. സോ ഇതൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മറ്റു ചില കാര്യങ്ങൾ, ഞാൻ ഈ വെബ്സൈറ്റ് മൊത്തത്തിലൊന്ന് നോക്കിയപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളും കണ്ടു. അപ്പോൾ ഇനി ഇത്രയും കണ്ട ഒരാൾ, അതായത് ഇമെയിൽ ഞാൻ നോക്കിയപ്പോൾ മറ്റൊന്ന്, ഒരു കോണ്ടാക്ട്, ഈ പ്രോഡക്റ്റിൻ്റെ അകത്ത് കോണ്ടാക്ട് ഇല്ല, കോണ്ടാക്ട് ഇമെയിൽ ഇല്ല, ഫോൺ നമ്പർ ഇല്ല. സോ കുറച്ച് കസ്റ്റമർ 24/7 കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്, എന്നാൽ കസ്റ്റമർ സപ്പോർട്ടിന് നമ്പർ ഇല്ല. സോ ഇങ്ങനെ ഒരു വെബ്സൈറ്റിൽ നിന്ന് ആൾക്കാർ കസ്റ്റമർ മേടിക്കാൻ ഒരുങ്ങുമോ? സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നു, നിങ്ങളൊരു ഡ്രോപ്പ് ഷിപ്പേഴ്സ് ആകട്ടെ, ന്യൂ വെബ്സൈറ്റ് ആകട്ടെ, പ്രോപ്പറായിട്ട് നമ്മുടെ വെബ്സൈറ്റിന്റെ ഡിസൈനും അതുപോലെ തന്നെ കൊടുക്കുന്ന കോണ്ടാക്ട് ഡിസൈൻസും കോണ്ടാക്ട് ഡീറ്റെയിൽസും ഒക്കെ ജെന്യൂൻ ആയിട്ട് കീപ്പ് ചെയ്യുക. ഇനി ഞാൻ മറ്റൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് വെബ്സൈറ്റിലോട്ട് പോവാണ്, Shop4Life വെബ്സൈറ്റ്. അപ്പോൾ ഈ വെബ്സൈറ്റ് ഇങ്ങനെയാണ്. ഓക്കെ, കാണാൻ കൊള്ളാം. ഹോം ഉണ്ട്, കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗിൻ്റെ നോക്കുമ്പോൾ ഓക്കെ 5 പ്രോഡക്റ്റ് ഉണ്ട്, 6 പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, കോണ്ടാക്ട് നോക്കുവാണ്. ഓക്കെ, കോണ്ടാക്ട് ഉണ്ട്, ഇൻഫോ ഷോപ്പിഫൈ shop4life@gmail.com. ഓക്കെ, ഫൈൻ. ഒരു ഇമെയിൽ ഉണ്ട്. ഞാൻ താഴോട്ട് വരുവാണ്. താഴോട്ട് വന്നു. ഓക്കെ, നമ്മുടെ ഷിപ്പിംഗ് പോളിസി പറയുന്നുണ്ട്, റേറ്റ് പറയുന്നുണ്ട്. ഞാൻ ഇനി ഒരു പ്രോഡക്റ്റിന്റെ പേജിലോട്ട് പോവുകയാണ്. പ്രോഡക്റ്റ് 800+ ബോട്ട് ഇൻ എ പാസ്റ്റ് മന്ത്. ഓക്കെ, വെയിറ്റ്. ഈ ഒരു ബാനർ ഫില്ലല്ല ഒരിക്കലും. ഈ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് ടെംപ്ലേറ്റ് അതുപോലെ ഇട്ടിരിക്കുക, ഇവിടെ ഒരു ഇമേജ് ഇല്ല. സോ ഹൗ ക്യാൻ ഐ ട്രസ്റ്റ് ദിസ് വെബ്സൈറ്റ്? താഴെ ഇല്ല, ഒരു ഇൻകംപ്ലീറ്റ് വെബ്സൈറ്റ് ആയിട്ട് കിടക്കുവാണിത്. സോ ഇങ്ങനെയുള്ള വെബ്സൈറ്റ് നമുക്ക് ഒരിക്കലും പർച്ചേസ് മേടിക്കുമോ? സോ ഞാനിതിൽ റീഫണ്ട് പോളിസിയൊക്കെ നോക്കുവാണ്. ഇതിൽ ഇപ്പോൾ എന്താണ്, ഓക്കെ ആണോ, റീഫണ്ട് പോളിസിയൊക്കെ കറക്റ്റ് ആണോ, ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇത് ഓക്കെ ആണ്. ഞാനപ്പോൾ നോക്കേണ്ട ഒരു ഇമെയിലാണ് info ഇൻസ്ട്രീൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കൗതുകത്തിന് ഈ ഇമെയിൽ ഒന്ന് കോപ്പി ചെയ്തു .com എന്ന് നോക്കുവാണ്.
ഓ ഓക്കെ, മറ്റൊരു വെബ്സൈറ്റ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സെയിം പാറ്റേൺ, സെയിം വെബ്സൈറ്റ്. അത് ഷോപ്പ് ഫോർ ലൈഫ് മാറി ഇസ്രീൻ, പ്രോഡക്റ്റ് ഓൾമോസ്റ്റ് സിമിലർ. സോ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് വെബ്സൈറ്റ്, ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ടെംപ്ലേറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചു എന്ന് വെച്ച് ആൾക്കാർ ഒരിക്കലും നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കണമെന്നില്ല. നമുക്കൊരു പ്രോപ്പർ വെബ്സൈറ്റ് കീപ്പ് ചെയ്യുക. നമ്മൾ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് വെബ്സൈറ്റ് കുറച്ച് ആൾക്കാരെ പറ്റിക്കുക, ഒരു കുറച്ച് ഷോർട്ട് ടൈം ഒരു ബൂസ്റ്റ് ഉണ്ടാക്കുക, അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കാനുള്ള പോസിബിലിറ്റി കുറവാണ്. നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത്, ഞാനാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് പ്രോഡക്റ്റ് മേടിക്കുമോ, വൈ, ഞാൻ എന്തുകൊണ്ട് മേടിക്കണം. സോ അതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, മിന്ത്രയുണ്ട്, മീഷോ ഉണ്ട്. സോ ഇതിലൊന്നും ഇല്ലാത്തൊരു പ്രോഡക്റ്റ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് എന്തുകൊണ്ട് മേടിക്കണം. നമുക്ക് വെബ്സൈറ്റ് പുതിയ വെബ്സൈറ്റ് ആണ്, നമുക്ക് വെബ്സൈറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. സോ വെബ്സൈറ്റിനെ മൊത്തത്തിലൊന്ന് പരിശോധിക്കാം. സോ നമ്മളെ കസ്റ്റമറിനെ ഒരിക്കലും കുറച്ച് കാണരുത്. ഞാൻ പറയുന്നത്, നമ്മളൊരു വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മളെ ഒരു ഫൂട്ടറിലുള്ള എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാത്തിലും ഡേറ്റ ഉണ്ടാവണം. അതായത് നമുക്ക് നല്ലൊരു എബോട്ടസ് വേണം. നമ്മൾ എന്താണ് വർക്ക് ചെയ്യുന്നത്, എന്താണ്, ഏതാണ്, നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ, ഫേസ്ബുക്ക് ഉണ്ടോ, യൂട്യൂബ് ഉണ്ടോ, പിൻട്രസ്റ്റോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അതങ്ങ് കൊടുക്കുക. കോൺടാക്റ്റ് അസ് കൊടുക്കുക. കോൺടാക്റ്റ് അസിൽ നമ്മളെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുക. സോ നമ്മൾ ഇതൊരു വെബ്സൈറ്റ് ആണ്, അവേന ഡെക്കിയറിൻ്റെ. ഇതൊരു ഷോപ്പിഫൈ ഹൊറിസോൺ തീമിൽ ചെയ്തൊരു വെബ്സൈറ്റ് ആണ്. ഞാൻ വെബ്സൈറ്റ് നോക്കുവാണ്. പ്രോഡക്റ്റ് പേജ് വന്നു. പ്രോഡക്റ്റ് പേജ് നമുക്ക് സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് പേജ് ഉണ്ട്, നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഓക്കെ, കസ്റ്റമേഴ്സ് പ്രോഡക്റ്റുകളുണ്ട്. സോ അനാവശ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാവരും എബോട്ടസ് ഉണ്ട്, FAQ ഉണ്ട്, കോൺടാക്റ്റസ് ഉണ്ട്. ഇനി നമ്മളൊരു വെബ്സൈറ്റ് ചെയ്യുമ്പോൾ FAQ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു കസ്റ്റമറിൽ നമുക്ക് എന്തൊക്കെ നമ്മളൊരു ഡൗട്ട് കാര്യങ്ങൾ വരുമ്പോൾ, അതായത് പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു വെബ്സൈറ്റ് എങ്ങനെ ട്രാക്ക് ചെയ്യാൻ കഴിയും, നമ്മൾ ഇൻ്റർനാഷണൽ ഷിപ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഡൗട്ടുകൾ ഇത് ക്ലിയർ ചെയ്ത് ഇവിടെ തന്നെ ചെയ്യാം. ഇതിൻ്റെ ഒരു ആവശ്യം, നമ്മൾ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റ് കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഗൂഗിളിലായിരിക്കില്ല സെർച്ച് ചെയ്യുന്നത്, ചാറ്റ് GPT-യിലോ ജെമിനിയിലോ ഒക്കെ ആകാം. അവർ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡേറ്റ എടുക്കുന്നത് നല്ലൊരു FAQ ഉണ്ടോ, നല്ലൊരു എബോട്ടസ് ഉണ്ടോ. സോ ഇങ്ങനത്തെ ഡേറ്റയൊക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അവർ ഡേറ്റ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ലോങ് ടൈം ആയിട്ടാണ് ഒരു വെബ്സൈറ്റ് കീപ്പ് ചെയ്യുന്നത്, ഒരു ഷോർട്ട് ടൈം ആയിട്ടല്ല. സോ ചെയ്യുന്ന ടൈം നമ്മുടെ വെബ്സൈറ്റ് വൃത്തിക്ക് ചെയ്യാം. അനാവശ്യമായിട്ട് വെറുതെ ടൈറ്റിൽ കൊടുത്തിടുക. നമ്മൾ ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഡേറ്റ കൊടുക്കുക. അതുപോലെ തന്നെ എബോട്ടസ് കൊടുക്കുക, FAQ കൊടുക്കുക, നല്ലൊരു കോൺടാക്റ്റസ് കൊടുക്കുക. കാണുന്നവർക്ക് ഇതൊരു ജെന്യുവൻ വെബ്സൈറ്റ് ആണെന്നൊരു ഫീൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ പുള്ളി ഒരു പ്രോഡക്റ്റ് മേടിക്കത്തുള്ളൂ. ഇനി മറ്റൊന്ന്, ഞാനിപ്പോൾ ഒരു ആപ്പിൻ്റെ സെക്ഷൻസ് വരുവാണ്. ഇത്രയും ആപ്പാണ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രം യൂസ് ചെയ്യുക. ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ് ഒരുപാട് ഹാങ് ആക്കുക. സോ വെബ്സൈറ്റ് നോക്കുന്ന ഒരാൾ വെബ്സൈറ്റിൻ്റെ സ്പീഡ് നോക്കും, നമുക്കിത് ലോഡ് ആവുന്നുണ്ടോ. കാരണം പല ആൾക്കാരും പല വെർഷനിലുള്ള മൊബൈൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, പല സ്ക്രീൻ റേഷ്യോ ആകാം. സോ ഒത്തിരി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യും തോറും നമ്മുടെ വെബ്സൈറ്റ് സ്ലോ ആകും. സോ ഒത്തിരി സ്ലോ ആയ ഒരു വെബ്സൈറ്റ് നമ്മൾ തന്നെ പ്രിഫർ ചെയ്യുമോ ഇല്ലയോ. സോ നമ്മുടെ കസ്റ്റമേഴ്സും അങ്ങനെ പ്രിഫർ ചെയ്യത്തുള്ളൂ. സോ എപ്പോഴും ചെയ്യേണ്ടത് അത്യാവശ്യം നല്ല സ്പീഡുള്ളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. സോ ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ പല വീഡിയോസും കണ്ടു, ഇന്ന ആപ്പ് യൂസ് ചെയ്യൂ. അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ആ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക. അനാവശ്യമായിട്ട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊന്ന്, ഷോപ്പിഫൈയിൽ നിങ്ങൾ ആരും ശ്രദ്ധിക്കാൻ ഇടയില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഷോപ്പിഫൈക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഉണ്ട്. നമുക്ക് ബേസ് പ്ലാൻ എടുത്താൽ അറൗണ്ട് 1500 റേഞ്ചാണ് നമുക്കൊരു ടാക്സ് ഉൾപ്പെടെ വരുന്നത്, അല്ലെങ്കിൽ 2000 രൂപ വരും. ഇത് കൂടാതെ ഓരോ പർച്ചേസിനും 2% നമ്മൾ
ഒരു പ്രോഡക്റ്റ് കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ 2% ഷോപ്പിഫൈ ഡിഡക്റ്റ് ആക്കും, ട്രാൻസാക്ഷൻ ഫീസ് പോലെ. നമ്മൾ തേർഡ് പാർട്ടി ആപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് പേയ്മെൻറ്റിന് ഇപ്പോൾ ഫോൺ പേയോ പേടിഎം പേയോ സംതിങ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇത് കൂടാതെ പേടിഎം ഇപ്പോൾ നമ്മളൊരു ഫോൺ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ എങ്കിൽ അവരും എടുക്കും ഒരു 2%. സോ നമ്മുടെ പ്രോഫിറ്റ് അത് കഴിഞ്ഞ് മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. GST, ടാക്സ് ഇതെല്ലാം കഴിഞ്ഞ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ 5 രൂപ പ്രോഡക്റ്റ് 10 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ പ്രോഫിറ്റ്? ഇത് നമുക്ക് ആദ്യം ഒരു മൈൻഡിൽ ഉണ്ടാവണം. ഇത്രയും ഡിഡക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ലാഭം കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റിൽ മന്ത്ലി നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട് ഷോപ്പിഫൈയിൽ, ഫ്രീ അല്ല ഷോപ്പിഫൈ. സോ നമുക്കൊരു 1500 ആകും. നമ്മളൊരു ഇമെയിൽ ഡൊമെയിൻ മേടിച്ചാൽ ഒരു 100 രൂപയാകും. സോ ഒരു എല്ലാം കൂടി ഒരു 1700 എന്ന് വയ്ക്കാം. ഇത് കൂടാതെ നമ്മൾ ഒരു പെയ്ഡ് തീം ബിൽഡ് ചെയ്ത ഒരു തീം, അതായത് പെർ മന്ത് $14 $15 ഉള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യണോ വേണ്ടയോ? അപ്പോൾ ഒരു ബേസ്, ഒരു ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഷോപ്പിഫൈ ഡെവലപ്പർ വെച്ചിട്ട് നമുക്ക് തീം വൈസ് ഫ്രീ തീമിൽ ചെയ്തു പോകുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ്. നിങ്ങൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും റിട്ടേൺ കിട്ടുമോ നമ്മുടെ പ്രോഡക്റ്റിന്? അങ്ങനെയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പ്രോപ്പർ കാൽക്കുലേഷൻ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് കുറേ പ്രോഡക്റ്റിന് കളക്ഷൻസ് കാണാം. ഇപ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കളക്ഷൻ എടുത്തു. ഈ കളക്ഷൻ്റെ അകത്തൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഈ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കമ്പൽസറി ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഒരു SEO ടൈറ്റിൽ ഉണ്ടാവും, ഇതും കൊടുക്കുക. ഇങ്ങനെയൊക്കെ പ്രോപ്പർ നമ്മൾ SEO ചെയ്താൽ മാത്രമേ നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് പ്രോപ്പറായിട്ട് ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ SEO പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓരോ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിന് വ്യക്തമായൊരു ടൈറ്റിൽ ഉണ്ടാവുക, കളക്ഷൻ ഒരു ടൈറ്റിൽ ഉണ്ടാവുക. സോ അല്ലാതെ നമ്മൾ ഒരു വെബ്സൈറ്റ് തുടങ്ങി ഒരു 100 പ്രോഡക്റ്റ് അല്ലെങ്കിൽ 1000 പ്രോഡക്റ്റ് ചുമ്മാ ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്തു നമ്മൾ കുറേ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് നടത്തിയാലും ഇതൊന്നും ആരും മേടിക്കണമെന്നില്ല. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡിസൈൻ മിനിമൽ ആയിരിക്കണം, മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം. മൊബൈലിൽ വ്യക്തമായിട്ട് ആൾക്കാർക്ക് ഇമേജസും കാര്യങ്ങളും കാണാൻ കഴിയണം. ഒരു ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ യൂസ് ചെയ്താലും കാണാൻ കഴിയണം. അതുപോലെ തന്നെ എല്ലാത്തിനും പ്രോപ്പർ കളക്ഷൻസ് കൊണ്ടാവണം. മെനുവിൽ ഒരു ലോഡ് ആവശ്യമില്ലാത്ത ടൈറ്റിൽ ഇടാതിരിക്കുക. ഉള്ള ടൈറ്റിലിൽ അതിൻ്റെ അകത്ത് ആവശ്യമുള്ള ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളും കൊടുക്കുക. ചെയ്യുന്ന വെബ്സൈറ്റ് വളരെ ചെറുതാണ്, ഒരു 10 പ്രോഡക്റ്റേ ഉള്ളൂവെങ്കിലും 10 പ്രോഡക്റ്റ് നന്നായിട്ട് നല്ല ഇമേജസ് ഇടുക. ഒരുപാട് ഇമേജസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് സൈസ് ഉള്ള ഇമേജസ് ഇടാതിരിക്കുക. അതായത് ഒരു ഇമേജസ് ഇടുമ്പോൾ നമ്മുടെ ഷോപ്പിഫൈ പ്രോഡക്റ്റിന് ഒരു 300 KB അകത്തുള്ള ഇമേജസ് ആയിരിക്കും എപ്പോഴും ലോഡ് ചെയ്യാൻ എപ്പോഴും കംഫർട്ട്. സോ ആ ഒരു റേഷ്യോ നോക്കിയിടുക. നമ്മൾ ഐഫോണിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 7 MB അല്ലെങ്കിൽ ഒരു 12 MB ഇങ്ങനത്തെ പിക്ചർ അതുപോലെ ഇട്ടാൽ അത് ലോഡായി വരാൻ ടൈം പിടിക്കും. സോ നമ്മുടെ കസ്റ്റമേഴ്സും നമ്മുടെ വെബ്സൈറ്റ് കാണുമ്പോൾ ഇത് ലോഡ് ആവുന്നില്ലല്ലോ, അപ്പോൾ അത് കളഞ്ഞിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്റ്റോറ് നന്നായിട്ട് ഒരു ജെന്യുവിൻ ഫീൽ ചെയ്യുന്ന രീതിക്ക് ചെയ്യുക. ഒരുപാട് ഉഡായിപ്പ് കുറേ റിവ്യൂസും കുറേ നമ്മൾ ഒരു വെബ്സൈറ്റിൻ്റെ തന്നെ കോപ്പി എടുത്ത് വയ്ക്കാതെ സ്വന്തമായിട്ട് നമ്മുടെ ഒരു ബിസിനസ്സാണ്, നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പാണ്, ആ ഒരു വിചാരത്തോടെ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നത് എന്തിനാണ്? പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ്. അതൊരു ഷോർട്ട് ടൈം പ്രോഫിറ്റ് അല്ല. നമ്മൾ കുറേ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് നാളെ ഒരാളൊരു പർച്ചേസ് ചെയ്യണം, പിന്നെ ഫേക്കാണ് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പറഞ്ഞു തന്നേക്കാളും നല്ലത് കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വില കുറഞ്ഞ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, പക്ഷേ വെബ്സൈറ്റ് നന്നായിട്ട് കീപ്പ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടത്തുള്ളൂ. നമ്മൾ ഡ്രോപ്പ് ഷിപ്പേഴ്സ് ഇപ്പോൾ പല ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നം, നമുക്ക് കുറേ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, കുറേ ഫേസ്ബുക്കിൽ കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റയിൽ കൊടുക്കുന്നുണ്ട്, യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട് അഡ്വർടൈസ്മെൻറ്റ്, ഇൻഫ്ലുവൻസിനെ കൊണ്ടുവന്ന് അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നുണ്ട്, പക്ഷേ പ്രോഫിറ്റ് ഇല്ല. അതിൻ്റെ മെയിൻ കാരണം നമ്മുടെ വെബ്സൈറ്റ് കാണുന്നവർക്ക് അതൊരു ചാത്തൻ വെബ്സൈറ്റ് ആണെന്ന് തോന്നും. അതാണ് എൻ്റെ മെയിൻ കാരണം. സോ നിങ്ങളുടെ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നന്നായിട്ട് ചെയ്യുക, വ്യക്തമായിട്ട് നല്ലൊരു ക്ലിയർ ചെറിയ വെബ്സൈറ്റ് ആണെങ്കിലും നന്നായിട്ട് ചെയ്യുക.
എമൗണ്ട് എവിടെയൊക്കെ കുറയ്ക്കാൻ കഴിയോ അവിടെയൊക്കെ കുറച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ഡ്രോപ്പ് ഷിപ്പേഴ്സോ അല്ലെങ്കിൽ പുതിയൊരു സ്റ്റോറോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വെബ്സൈറ്റ് തുടങ്ങാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ.